31 തൊട്ട് 36 വനത്തില് യഥാർത്ഥ ശിഷ്യനാരാണ്? എന്റെ വചനം നിലനിൽക്കുന്നവൻ. എല്ലാവരും ശിഷ്യരല്ല, നമ്മൾ കഴിക്കണം എല്ലാവരും ശിഷ്യരാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. അല്ലെങ്കിൽ യഥാർത്ഥ ശിഷ്യരല്ല, വചനത്തിൽ നിലനിൽക്കുന്നില്ല കേട്ടോ. വചനത്തിൽ നിലനിൽക്കുന്നവനാണ്. അവനാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്, യാക്കോബ് എന്ന് പറയുന്നത്. അവന് ക്ഷുദ്രം ഏൽക്കയില്ല, ഒന്നും ഏൽക്കയില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ വിശ്വാസം നമുക്ക് പോലെ ഒക്കെ സംശയമല്ലേ എല്ലാം. കണ്ടോ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ പ്രാർത്ഥിച്ച് നടക്കാത്ത ഒന്നുമില്ല. അതാണ് ലൂക്കാ 1:37 പറഞ്ഞത്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇപ്പൊ അമ്മയായ മറിയത്തിൽ എങ്ങനെ ഗർഭം വന്നെന്ന് ചിന്തിച്ചിരുന്നാൽ ഒരു മാസം മുഴുവൻ ചിന്തിച്ചാൽ പിടുത്തം കിട്ടുക. പിന്നെ വേണ്ടാത്ത കാര്യത്തിന് പോകും. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? യൗമ്യനാണത്. അത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവന്റെ മാർഗം 1 Corinthians 1:18 അവൻ നാശത്തിലോട്ട് ആലോചിച്ച് പാവം ചെയ്യും. ഈ കൂടുതൽ സ്വപ്നം കാണുന്നവരെ വേഗം പാവം ചെയ്യും. കണ്ടോ, അതാണ് സ്വപ്നം. ചില പാമ്പിനെ കാണുന്ന പറയുന്നത് എന്നാ വേഗം പാവം ചെയ്യും. പാമ്പിനെയൊക്കെ കണ്ടു. കാര്യം പാമ്പ് വരുന്നുണ്ടാ? ഈ പാമ്പിന് ആരോടാ ഇഷ്ടം? പെണ്ണുങ്ങളോട്. ഉൽപ്പത്തി 3 1 തൊട്ട് 13 വനത്തില് സർപ്പം ഭൂമിയിലെ ഏറ്റവും കൗശലമുള്ളതാണോ? അവൻ വന്ന് ആരോടാ വർത്താനം പറയാൻ വന്നു? ഈ മോശം ഇത് ഉദ്ദേശമുള്ള ഒരു 6 ആദ്യം പറഞ്ഞു. ഇത്രയും പേരിപ്പുണ്ടാവും. അവൻ വന്നാൽ ആദ്യം എങ്ങോട്ടായിരിക്കും പറഞ്ഞത്? ഇങ്ങോട്ട് അറിയണം. അത് വായിക്കാം, വചനം വായിച്ച. അതുകൊണ്ടാണ് സർപ്പത്തെ പോലെ ഇരിയാണെന്ന് കർത്താവ് പറഞ്ഞില്ലേ? സർപ്പം എന്താണ്? ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അപ്പൊ കൗശലം അറിയാം. അവന് തന്ത്രമുണ്ടോ? തന്ത്രങ്ങളുണ്ടാവും. അതുകൊണ്ട് അവൻ ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ സന്തോഷമാണ്. കണ്ടോ, എവിടെ പിശാചില്ലെന്ന് വിളിച്ചു പറയുന്നു, അവിടെ പാപത്തിന്റെ കളിയായിരിക്കും കേട്ടോ. ജ്ഞാനം 17 അനേക രഹസ്യപാപങ്ങളുണ്ടാവും. പിശാചില്ലെന്ന് പറയുന്നത് ഈശോ വന്ന എന്തിനാണ്? 1:3 അത് വായിക്കും ഒരാള്. അതെ, നമ്മുടെ പ്രഭാതത്തിൽ അതിനാണ് വരുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. കണ്ടോ, ഈശോ വന്നതെന്തിനാണ്? പിശാചിന്റെ പ്രവൃത്തികളെ ധൈര്യപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ എന്ന് സാധിക്കും. ആന്ന് നിങ്ങൾക്ക് കൃപകൾ വരും. അതാണ് പിശാചിന്റെ പ്രവൃത്തികൾ നശിപ്പിക്കാനാണ്. അപ്പൊ പിശാച് വന്നാൽ എങ്ങനെയാണ്? ആദ്യം വന്ന് ആരോപിക്കണം, തന്ത്രം അല്ലേ? അത് വലിയൊരു അധ്യായമാണ് ഈ 33 തൊട്ട് 13 വരെ. ഇടക്കിടക്ക് ഓർത്തിരിക്കണം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? കണ്ടോ, വന്ന് ആരോട് ചോദ്യം? വല്ല ഇൻട്രഡക്ഷൻ വല്ലതും ഉണ്ടോ? ഞാൻ പാമ്പാണെല്ലാം പറഞ്ഞ ഞാൻ പിശാചാണെന്ന് പറയാമോ? പറയട്ടെ. അവൻ വരുന്നെങ്കിലാണ് യോഹന്നാൻ 10:10 കൊല്ലാൻ, മോഷ്ടിക്കാനും നശിപ്പിക്കാനും. അവനൊരു ഇൻഫർമേഷൻ തരികയില്ല. 1:10 സഞ്ചായിട്ട് അവൻ അലറുന്ന സിംഹമാണ്. അവൻ എവിടെ കയറുവാ? ലഗ്യോനാണ്, കൂട്ടമാണ്. വന്ന അവസരം കിട്ടി അവിടെ അപ്പം വന്നു. എവിടെന്നാ വരുന്നതാണ്? 1 യോഹന്നാൻ 3:4 വായിച്ചു. നിങ്ങളെല്ലാം പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു, പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. പാപം എവിടെയുണ്ട്? അവിടെ മദ്യപാനം, വ്യഭിചാരം, മോഷണം, കൊലപാതകം, പിന്നെ എന്തൊക്കെ ഉണ്ട് പാപം. ഇതെല്ലാം ഉള്ളിടത്ത് അവൻ അവിടെ റെഡിയായിരിക്കും. അവൻ അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്ന പാപത്തിൽ നിന്നാണ്. യോഹന്നാൻ 8:44 പിതാവുമാണ്. അപ്പൊ അതുപോലെ പേര് പറയാം. നിങ്ങളപ്പോ വേഗം വിശ്വസിക്കാവേണ്ട മണം കേൾക്കുമ്പോ. കാരണം എന്താണ്? നിങ്ങൾക്ക് ദൈവ ചൈതന്യമില്ല, ദൈവ ജ്ഞാനവും ഇല്ല. പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവജ്ഞാനം വരികയുള്ളൂ.